ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺ അസുഖങ്ങളുള്ള, അതായത് ഹൈപ്പോതൈറോയിഡിസം അസുഖങ്ങളുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഡയറ്ററി റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ള ഒരു മിത്ത് ബേസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും പല ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും പലപ്പോഴും പറയാറുണ്ട്, തൈറോയ്ഡ് അസുഖമുള്ളവർ, ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ ഗോയിട്രോജൻസ് ആയിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ, ലെറ്റൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സോയാബീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഐറ്റംസ് ഒന്നും കഴിക്കരുത്, പല റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഓട്ടോഇമ്യൂൺ തൈറോയ്ഡ് ഡിസീസ് അഥവാ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസിൻ്റെ ക്ലിനിക്കൽ കോഴ്സിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇതിലടങ്ങിയിരിക്കുന്ന ഗോയിട്രജൻസ് അല്ലെങ്കിൽ തയോസൈനേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ട്സ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം 5-6 കേബേജൊക്കെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് തൈറോയിഡിൻ്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പം തീർച്ചയായും ഇത്തരം മിത്തുകളിൽ വീണ് പോകരുത്. നമുക്ക് കൃത്യമായിട്ട് മനുഷ്യൻ്റെ ഹെൽത്തിന് സഹായകരമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, അതോടൊപ്പം തന്നെ ധാന്യങ്ങൾ, കൂടാതെ ലീൻ പ്രോട്ടീൻ അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്, ഇതൊക്കെ തൈറോയ്ഡ് രോഗികളും മറ്റുള്ളവരെ പോലെ തന്നെ അവർക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അയഡിൻ്റെ അളവ് തൈറോയിഡിൻ്റെ ഹെൽത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ വീടുകളിലൊക്കെ അയഡൈസ് സോൾട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ സോൾട്ടും ഇപ്പോൾ നിയമപ്രകാരം തന്നെ അയഡൈസ് സോൾട്ടാണ് എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ വരുന്ന ഒരു വളരെ ഫാൻസി ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റോക്ക് സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റോക്ക് സോൾട്ട് ഉപയോഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം, അഡീഷണൽ ബെനിഫിറ്റ്സ് ഒന്നും ഈ പറഞ്ഞ പോലെ ഇല്ല. പലപ്പോഴും റോക്ക് സോൾട്ടിൻ്റെ അമിത ഉപയോഗം റിസൾട്ട് ചെയ്യപ്പെടുന്നത് കുറച്ചുകൂടി കണ്ടാമിനൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടാനാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അയഡൈസ് സോൾട്ട്, സാധാരണ അയഡൈസ് സോൾട്ട് ഉപയോഗിക്കുക. സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭക്ഷണക്രമങ്ങളൊക്കെ നമുക്ക് തൈറോയ്ഡ് രോഗമുള്ളവർക്കും പിന്തുടരാവുന്നതാണ്. യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. താങ്ക് യു. Stay healthy. Follow for more.